മായക്കണ്ണനെ ആരെങ്കിലാണോ? എത്രാമത്തെ ക്വസ്റ്റ്യൻ? ഇങ്ങനല്ലേ? നാല് അവിടുത്തെ മോഡൽ. അങ്ങനല്ല, അത് അവിടുത്തെ മോഡ്. ചെറുതായിട്ട് ഇങ്ങനെ പേര് പറഞ്ഞാൽ ചെറുതായിട്ട് പേര് പറയാൻ ഞാൻ പറഞ്ഞോടെ പേര് ലില്ലി. അല്ല, ഗോറിയിലല്ലേ? എന്താണ്? ഞങ്ങൾ ഗ്ലോറിയ. ആ ക്യാരക്ടർ ആരാന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഹാഫ് പോയിന്റ്സ്. അതുകൊണ്ട് ഞാൻ പോയി. ഗേളാണ് പോയാണോ? ബോയ്. സൂപ്പർ പവേഴ്സ് എന്തിനുണ്ടോ? സംടൈംസ് നമ്മള് നോക്കുവാണെങ്കിൽ ഉണ്ട്, സംടൈംസ് നമ്മൾ നോക്കുവാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ആൻസർ വേണം, കറക്റ്റ് വേണം. അത് ഡിപ്പെൻസ്. ചിലർ പറയുന്നുണ്ടെന്ന്, ചിലർ പറയില്ലാന്ന്. ആക്ച്വലി കാർട്ടൂൺ എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് ഇങ്ങനെ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഉണ്ടാവും. അത് നോക്കണം. ഞാൻ നോക്കിട്ട് വന്നേ. ഞാൻ കണ്ട സാധനമാണ് ഇത് ആക്ച്വലി. മീൻസ് അവര് പറയുമല്ലോ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ ഉണ്ട് കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ഗൂഗിൾ നോക്കിട്ട് ഇല്ലാന്ന് കാണട്ടെ. അപ്പൊ എനിക്ക് പോയിന്റ്. കുഴപ്പമില്ല, എനിക്ക് തെളിയിക്കാൻ അറിയാം. ഗൂഗിൾ പറഞ്ഞാൽ പറഞ്ഞാൽ വേറൊരു ആൻസർ ഇല്ല. വിശ്വസിക്കരുത്. എനിവേ, ഞാൻ കണ്ടാൽ കാണുന്നത് വിശ്വസിക്കും. കണ്ണിൽ കൊണ്ട് നമുക്ക് അതിനെ കാണാം. പവർ അടിക്കുമ്പോൾ കണ്ടടിച്ച. ആദ്യത്തെ ചോദ്യം ബോയ് ആണ് പറഞ്ഞു. പിന്നെ പവർ ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ലാസ്റ്റ് പറഞ്ഞു. അല്ല, ഒരു ഗസ്സും കഴിഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ടോ? ഈ നമുക്ക് ഉറപ്പുണ്ടാവണം ഞാൻ കണ്ടിട്ടുണ്ടോന്ന്. കാരണം അന്ന് ഏതൊരു മൂവി ഞാൻ കണ്ടിട്ടുണ്ട്, പണ്ട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടോ? നമുക്ക് ഉറപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട്. TV വെക്കുന്ന ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഉറപ്പാണ്. നീ ഒന്നും പണയണ്ട. അവിടെ എവിടെയെങ്കിലും ഞാൻ ഉണ്ടായിരുന്നോണ്ട് കാര്യമില്ല, ഞാൻ കണ്ടിട്ടുണ്ടാവും. അതിനെ എനിക്കറിയുന്നത് ഇതിനെ കുറിച്ച് ഞാൻ എന്നിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അതില്ല. ഡോറയിൽ ആരെയും കാണോ? അല്ല, 5 ദിവസം കഴിയും. എനിവേ, വലിയ മോനെ തരാൻ പോന്നെ. ഇതില് കുറച്ച് വലിയ പേരാണ്. എന്നിട്ട് അവളേക്ക് വെയിറ്റ് തരുന്നത് കണ്ടില്ല. ഞാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ തരുന്നുണ്ട്. കുറച്ച് വലിയ പേരാണ്. 3 ലക്ഷം കൊടുത്ത് 4 ലിറ്ററിന് പോയിട്ടില്ല. കുറച്ച് വലിയ പേരാണ്. ഒരു ഭഗവാന്റെ പേരിന്റെ ഒരു പാട്ട് അതിനകത്തുണ്ട്. പിന്നെ പണ്ട് തൊട്ട് തെന്നാലി രാമൻ. കണ്ടോ? അത്രേ ഉള്ളൂ. ഞാൻ കൊടുക്കുന്ന ക്ലൂ കാരണം എന്താ, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്താ, ചാറ്റ് ജിപിടിയിൽ ഞാൻ ഇത് നോക്കിക്കൊണ്ട് എനിക്ക് കിട്ടി. ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് ഒരിക്കലും ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ ചാറ്റ് ജിപിടി പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് കിട്ടില്ലായിരുന്നു. പക്ഷെ ചാറ്റ് ജിപിടി ഞാൻ പറഞ്ഞു ആ ടൈമിലെ കാർട്ടൂൺസിന്റെ ഒക്കെ പേര് പറയുന്നു പറഞ്ഞപ്പോ ഇതിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് ചാറ്റ് ജിപിടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ലല്ല, എനിക്ക് ഏത് ഓർമ്മയില്ല, ലൈക്ക് ഏത് കാർട്ടൂൺ ഓർമ്മയില്ല. അപ്പൊ ഇവർക്ക് കൊടുക്കണേലും എനിക്ക് ഏതെങ്കിലും അറിയണമല്ലോ, വെറുതെ ഞാൻ നോക്കിയതാ. ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. കുറെ വർഷമായല്ലോ. എനിക്കിപ്പോ കുറച്ച് വയസ്സായത്. 10 പന്ത്രണ്ട് വർഷമായി. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴുള്ള കണ്ടതാ. കുട്ടി ഇനി 1.5 പോയിന്റ് 2 പോയിന്റ്. കാരണം എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു കാർട്ടൂൺ. പെൺകുട്ടിയാണോ? അല്ല, പെൺകുട്ടിയാണോ? അല്ല അല്ല, പെൺകുട്ടി അല്ല. പെൺകുട്ടിയല്ലേ? സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധമുള്ള കൈൻഡ് ഓഫ് ഷോ ആണോ? അതെ. പവർ ഹീറോസിലെ ആരെങ്കിലാണോ? അല്ല. ഇപ്പൊ കാണും. ഏകദേശം ഒരേ ടൈമിലെ ഡ്രാമ കണ്ടേ. ഞാൻ പിന്നെ കാർട്ടൂൺ കണ്ടേ. പക്ഷെ അപ്പൊ പിന്നെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ കമ്മിയായിരുന്നു. നിന്നെക്കാൾ മുമ്പ് ഞാൻ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്. എന്നെക്കാളും മുമ്പ് കണ്ടിട്ട് എന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്. എന്റെ കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്റെ ഒപ്പം തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ. ശേഷം കണ്ടിട്ടില്ല. ഞാൻ മിസ്റ്റർ ബീൻ കാണും. ഞാൻ അത് കണ്ടിട്ടില്ല. ടോം ആൻഡ് ജെറി കാണും. അത് കണ്ടില്ല. ഞാൻ എന്താ ടോം ആൻഡ് ജെറി കണ്ടിട്ടില്ല. അത് മാത്രം കണ്ടിട്ടുള്ളൂ. ഓക്കെ, സൂപ്പർ നാച്ചുറൽ ആണ്. സൂപ്പർ നാച്ചുറൽ ആണെന്നോ? അതെ അതെ അതെ. പെട്ടെന്ന് ക്യാരക്ടർ മാറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇത് കൊച്ചു ടിവിയിൽ അല്ലാതെ വേറെ ഒരു ഫേമസ് ആയിട്ടുള്ള ചാനലിലുള്ള കാർട്ടൂൺ ആണ്. എവിടെയോ ഈ ചാനൽ? ഇന്ത്യയില് ഉള്ള ഒരു ചാനൽ. അതെനിക്കത് എന്തിനുണ്ടോ റിസർച്ച് ചെയ്ത് നിനക്ക് ഇതൊക്കെ ചെയ്ത് തരാനറിയില്ല. ആ ക്വസ്റ്റ്യൻ വേണ്ട വെക്കാറ് കഴിഞ്ഞു. അങ്ങനെ ചെയ്യരുത്. ഗൂഗിൾ നോക്കി ഉത്തരം പറഞ്ഞ
പിന്നെ ഡബ് ഇതുണ്ട്. ഡബ് ഓ റീമേക്ക് അറിയാൻ എങ്ങനെ പറയുന്നത് ഡബ് ലൈക്ക് സൂപ്പർ നാച്ചുറൽ ഷോ, അതില് മെയിൻ ഹീറോ ആയിട്ടുള്ള ആൾക്ക് പവർ ഇല്ല. കാരണം ഞാൻ കണ്ടതിൽ ഒക്കെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ആൾക്ക് എന്തെങ്കിലും പവർ ഉണ്ടാവും. പവർ ഇല്ലാത്തവർ എന്താ ചെയ്യുന്നത്? ജാക്കി ചാൻ ആണോ? അല്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഓ, എനിക്ക് ഗസ് ഉണ്ടല്ലോ. ജാക്കി ചാൻ അല്ല. A few moments later. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഗസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഷോയിലെ ഒരു ക്യാരക്ടറാണോ? അതെ. ഇതില് മെയിൻ ക്യാരക്ടർ ഹീറോ ആണായിട്ട് ആരും പവർ ഇല്ലാത്തത്? ഞാൻ അത്രയും പറയുന്നത് വേണമെങ്കിൽ ക്ലൂ പറയാം. അത് ക്ലൂ ആയി തൂല് കൊല്ലും എന്ത് പറഞ്ഞാലും ക്ലൂ ആണ്. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇയാളാണ് ഹീറോ. മെയിൻ ക്യാരക്ടർ കൊണ്ട് ഹീറോ തന്നെ ആവണമെന്നില്ല. ആണല്ലോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല, എന്നെയും പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യൻസിൽ അതില്ല. മാസ്റ്റർ ഇൻട്രോപ്പിലെ ക്യാരക്ടറാണോ? ഫയർ അല്ല. പറയട്ടെ ഞാന്. ജനറൽ ബുൾ. അവനെ കൊണ്ട് ചീറ്റിക്കുന്നുണ്ട്. ഫയറിനെ കൊണ്ട് ചീറ്റിക്കുന്നുണ്ട് ഒരാള്, മെയിൻ ആയിട്ടുള്ള ആള് പറഞ്ഞാൽ 5 പേര് വന്നേ. എടി ഏറ്റവും വലിയ ലാസ്റ്റ് എപ്പിസോഡില് ആളെ മറ്റേ നെഗറ്റീവ് ഷെയ്ഡുള്ള ഏറ്റവും വലിയ ഗേളാണോ ബോയാണോ? ഗേളാണോ? അല്ല. പവേഴ്സ് എന്തിനുണ്ടോ? ഇല്ല. ഇഫ് യു കൺസിഡർ സംതിങ് ആസ് എ പവർ ദെൻ ഉണ്ട്. പവർ റിയലിസ്റ്റിക് ക്യാരക്ടറാണോ? അല്ല. മനുഷ്യനാണോ? അല്ല. 4 ദിവസം കഴിഞ്ഞു. ഡോറ ബൂജിയിലെ ഇത് ഗസ്റ്റിന്റെ കൂട്ടെ ഡോറ ബൂജിയിലെ ബൂജിയാണോ? അല്ല. ഈ ഒരു കാർട്ടൂണിനെ കുറിച്ചിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടില്ല? ഇല്ല. ക്രൂത ചോടെ നെയിമില്ലേ, അതിൽ ആളുടെ പേരുണ്ട്. ഫസ്റ്റ് ക്ലൂ. നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മലയാളം പേരാ. രാജപ്പൻ. പേര് കറക്റ്റ് ആയിട്ട് പറയണം. ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഗസ് ആയിട്ട് കൂട്ടും. കപ്റ്റാണ് ഏകദേശം നീ പറഞ്ഞത്. ഞാൻ ഗസ് ആയിട്ട് കൂട്ടുന്നുണ്ടോ? ആള് പേരെന്താ? ആളുടെ പേരാണ് രാജപ്പൻ. ഡിറ്റക്റ്റീവ് രാജപ്പൻ. ഡിറ്റക്റ്റീവ് രാജപ്പൻ. കറക്റ്റ്. എന്റെ ആൻസർ സംഭവ എന്റെ ഒരു സംഭവം എന്റെ എക്സ്ട്രാ ഒന്ന് വെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന്. എന്റെ ഒരു ആളുടെ പേര് ഇതായിരുന്നു. ഞാൻ എക്സ്ട്രാ എല്ലാം ഭയങ്കര ഈസിയാ. എന്റെ എക്സ്ട്രാ ജാക്കി ചാനലിന്റെ ജോലി അതൊക്കെ ഞാട്ടേക്കണേ. ഇതിന്റെ മെയിൻ ആയിരുന്നു. എന്താല്ലേ? 3 points. ബോയ് ആണോ? ബോയ് ആണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ഏതെങ്കിലും ഷോയില് ചോദിച്ചിട്ടില്ല. ഞാൻ മനസ്സിലായിരിക്കുന്ന ക്വസ്റ്റ്യൻ മനസ്സിലായി. അതേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല. എങ്ങനെ മനസ്സിലായി ചോദിച്ചിട്ടില്ല. ഇതുവരെ ഞാൻ ഷോനെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ നമ്മൾ പറഞ്ഞ ഈ സംഭവം ഗസ് ചെയ്ത സംഭവങ്ങൾ അതിലുള്ള ഷോസ് ഞാൻ ഇപ്പൊ പറഞ്ഞതെല്ലാം വെച്ചിട്ട് അതിനകത്ത് എവിടെയെങ്കിലും ഞാൻ ഇതിന്റെ പേര് ഈ ഒരു ക്യാരക്ടറിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നീ പറഞ്ഞ എത്രയും കോൺസെൻട്രേറ്റഡ് ഇരിക്കണ്ടേ? ഇപ്പൊ വീഡിയോ എടുക്കുന്ന ടൈമിൽ പിന്നെ എവിടെ ശ്രദ്ധിച്ചിരിക്കുന്നു? ഇവിടെ കുറെ പേര് പറഞ്ഞേ 1-2 പേര് കുഴപ്പമില്ലായിരുന്നു. നിന്റെ അറിവിലുണ്ടോ? അതാ എനിക്ക് അറിയാം. എന്റെ അറിവിലില്ല. നിന്റെ അറിവിലില്ല. എന്റെ അറിവിലില്ല. നിന്റെ അറിവിലില്ല. എന്റെ അറിവിലില്ല. നിന്റെ അറിവിലില്ല. എന്റെ അറിവിൽ ഇല്ല. എനിക്ക് അറിവ് കുറച്ച് കമ്മിയായിട്ട്. നിന്റെ അറിവിലില്ല. എന്റെ അറിവിൽ എന്ത് ചോദിച്ചാലും എനിക്ക് അറിയില്ല. എനിക്ക് 0 തന്നെ. നിനക്ക് ഒന്നും ഒരു പോയിന്റിലേക്ക് കിട്ടാൻ പോകുന്നില്ല. എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ട് ഞാൻ കളിക്കുന്നതാ. ഇത് പക്ഷെ ഭയങ്കര സിമ്പിളോ. ഇത് അറിയാത്ത ആൾക്കാർ ശരിക്കും കേരളത്തിൽ ഉണ്ടാവരാന്ന് എനിക്ക് തോന്നുന്നു. ഡോറയുടെ പ്രയാണത്തിൽ ആരെങ്കിലാണോ? അല്ല. സ്റ്റുവർട്ട് ലിറ്റിൽ ആരെങ്കിലാണോ? 1 hour later. സംഭവം എനിക്ക് ഇത് ഞാൻ ക്ലൂ ആയിട്ട് പറയാട്ടോ. മനുഷ്യനാണോ? അതെ, മനുഷ്യനാണ്. 5 ചോദ്യമായി കഴിഞ്ഞു. ഒരു ക്ലൂ തരാം. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നോന്നാണ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ നോക്കി ഞാൻ അതുകൊണ്ട് കൊച്ചു ടിവിയിൽ ഇങ്ങനെ ഷോ ഉണ്ടായിരുന്നു. മനുഷ്യനാണ്. ഞാൻ ഇത് വേറൊരു സ്ഥലത്താണ് കണ്ടത്. പക്ഷെ പിന്നീട് മനസ്സിലായി കൊച്ചു ടിവിയിലും ഉണ്ടായിരുന്നു ഈ ഷോ. ഇവരുടെ ക്ലൂ വന്നു പറയും ചോദിച്ചു. കേരളത്തിൽ ഇത് കാണാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു ആളെ കുറിച്ച് കേൾക്കാത്ത ആൾക്കാരെ ചുരുക്കമായിരിക്കും.
മിസ്റ്റർ ബീൻ. അല്ല, ഒരു ഗസ്. ഞാൻ കേരളം എടുത്ത് പറയണ്ട്. കേരളത്തിൽ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ ചെറുപ്പം തൊട്ട് ഇയാളെ ഞാൻ കേട്ടിട്ട് വന്നിട്ടുണ്ട്. ഐ മീൻ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഇയാളെ ഇഷ്ടമായിരുന്നു. ഇഷ്ടമായിരുന്നു, ഇപ്പൊ ഇഷ്ടമില്ല. അങ്ങനെയല്ല, എപ്പോഴും ഇഷ്ടമായിരുന്നു. മീൻസ് ഇഷ്ടമായിരുന്നു മീൻസ് ഇപ്പൊ ആരുടെയും ഫാൻ ഉണ്ടായിരുന്നു. ഭഗവാനാണോ? അല്ല, ഓ പിന്നെ ഭഗവാനെ ഇപ്പൊ ഇഷ്ടമല്ലാതെ അങ്ങനെ പറയാൻ. ഒരു ഗസ് കഴിഞ്ഞത് കാർട്ടൂൺ ക്യാരക്ടർ തന്നെയല്ലേ പറയണ, അല്ലാണ്ട് വേറെ കൊച്ചു ടിവിയിലുണ്ട്. കൊച്ചു ടിവിയിൽ കാർട്ടൂൺ ഉണ്ട്. കാർട്ടൂൺ ചാനലല്ലേ കൊച്ചു ടിവിയിൽ വരുമ്പോ കാർട്ടൂൺ ക്യാരക്ടറായിട്ട് വന്നത്. മറ്റേ പെയിന്റ് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടല്ലോ, മറ്റേ അതാ ഞാൻ പറയുന്നത്. ഷോ ആണ്. കൊച്ചു ടിവിയിൽ കാർട്ടൂൺ ക്യാരക്ടർ ആയിരുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കി അപ്പൊ തന്നെ പറഞ്ഞു കാർട്ടൂൺ. ജാക്കി ചാൻ. അല്ല, ഒരു വലിയ ക്ലൂ തരാം. ഇത് പറഞ്ഞ അവൾ എന്തായാലും പേര് പറയും. പക്ഷെ പിന്നെ ഞാൻ കഴിഞ്ഞ ഹാർട്ടാണ് പറയാൻ കഴിഞ്ഞ ഹാർട്ടാണ് പറഞ്ഞാൽ ക്ലൂ വരും. അത്ര ക്ലൂ ആണ് അത് പറഞ്ഞു എന്തായാലും. കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഇവൾ എന്നെ കൊണ്ട് കൈൻഡ് ഹാർട്ടഡ് ആണെന്ന് പറയിപ്പിക്കല്ലേ. കൈൻഡ് ഹാർട്ടഡ് ആണ്. ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ എത്തിക്സിന് നിരക്കാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഇത് എന്റെ എത്തിക്സ് നിരക്കണ കാര്യമാണ് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത്. കാരണം പേര് ഞാൻ പറഞ്ഞ മാതിരി ഈ ഒരു ക്ലൂ കൊടുത്ത അവൾക്ക് ഫ്രീ ആയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കും. പേരിന്റെ സംഭവം ക്ലൂതാ. എണ്ണുണ്ട്. ആര്? എണ്ണി ഫസ്റ്റ് ലെറ്റർ പറയില്ല. ഞാൻ പറയില്ല. അത് ഫേമസ് ആണ്. ഫേമസ് ആണ്. അല്ല, ഞാൻ മറന്നു. അവിടെ കഴിഞ്ഞു. എന്നിട്ട് പറ്റിച്ചിരിക്കുക. എന്നിട്ട് പറയാ എന്റെ എത്തിക്സ് നിനക്കത് സമയം ചെയ്യില്ല. ഞാൻ ശ്രദ്ധിച്ചില്ല ആക്ച്വലി. എനിക്ക് ഡയലോഗടി ആദ്യം പറയട്ടെ. ടിൻറ്റുമോൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഈ നിനക്കിന് ശീലമായിക്കോണം നോക്കണമെന്ന്. ഞാൻ ശരിക്കും സത്യം വിചാരിച്ചില്ല. ടിൻറ്റുമാനെ ഞാൻ പറഞ്ഞത് അത്രയും ഞാൻ എന്തോരം ചളി ഞാൻ പറയുന്നത്. ഞാൻ ബുക്ക് ഉണ്ട് ടിൻറ്റുമോന്റെ 2 ബുക്കുണ്ട് എന്റെ അടുത്ത്. ലൈക്ക് ഒന്ന് എന്തായാലും തമാശകൾ സംതിങ് പറഞ്ഞിട്ടൊന്ന് ഉണ്ണാണോ അത് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു കേരളത്തിലെ ആൾക്കാർക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടം. കൊച്ചു ടിവിയിലാണോ ടിൻറ്റുമോൻ? കൊച്ചു ടിവിയിലല്ല ഞാൻ കണ്ടിരിക്കണേ. പക്ഷെ കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നു നോക്കിയപ്പോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 2011 കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നു. 2000 years later. ടിൻറ്റുമോൻ കൊച്ചു ടിവിയിൽ ഹെയർ ചെയ്തോന്ന് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നോക്കാണ്. എനിക്ക് ഗസിന് മുമ്പ് എന്റെ ഫോൺ വാങ്ങിട്ട് പറഞ്ഞു. ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ ശരി കൊണ്ട് മൊബൈൽ കൊടുത്തു. കൊടുത്തപ്പോൾ അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ ഉണ്ട് പറഞ്ഞിട്ട് വേഗം ഫോൺ വന്നു. എന്നിട്ടാണ് ഞാൻ ഗസ് ചെയ്തത് ടിൻറ്റുമോനാണെന്ന് പറയുന്നതൊക്കെ. അപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി. കൊച്ചു ടിവിയിൽ ആയിരുന്നില്ല ഞാൻ ടിൻറ്റുമോൻ കണ്ടിരിക്കുന്നത്. വേറെ ഏതോ ഒരു ചാനലായിട്ട് എന്റെ ഓർമ്മയുള്ളത്. ഞാൻ പറഞ്ഞു ഇല്ല കൊച്ചു ടിവിയിലല്ലോ. അപ്പോൾ 2007 2011 ടിൻറ്റുമോൻ കൊച്ചു ടിവിയിൽ വന്നിട്ട് നോക്കുന്നു. അവിടെ ഉണ്ടായിട്ടുണ്ട് ടിൻറ്റുമോൻ ഷോ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ശരി നമ്മൾ സെർച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സാധനമില്ല. നോ എന്ന് പറഞ്ഞ ആൻസർ ആണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഇവിടെ ടൈപ്പ് ചെയ്ത് കീവേഡ്സ് നോക്കി അപ്പോൾ നോ ആണ്. എന്നിട്ട് പറഞ്ഞു ഏത് ഇയറാന്ന് പറയുന്നത്. അപ്പൊ ഇയർ വെച്ച് സെർച്ച് ചെയ്യാൻ പറഞ്ഞു. ഇയർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ മറ്റേ ടോക്കിന്റെ ബൊമ്മ ഉണ്ടല്ലോ കൈ വെച്ചിങ്ങനെ ആ സാധനത്തിന്റെ ഒരു ക്ലിപ്പ് അവർ കാണിച്ചു. ഒക്ടോബർ 30 ഞാൻ സെർച്ച് ചെയ്ത് എന്താ അറിയോ ടിൻറ്റുമോൻ കൊച്ചു ടിവിയിലെ എയർ ആയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് എന്താ അറിയോ ടിൻറ്റുമോൻ കൊച്ചു ടിവിയിൽ ഉണ്ടായിരുന്നു വെച്ച് സെർച്ച് ചെയ്തു. അവൻ ഇയർ എസ് എന്ന് പറഞ്ഞു 2011 പറഞ്ഞു. അപ്പൊ ഓക്കെ അതിന്റെ ഉണ്ടല്ലോ ബട്ട് ഞാൻ ബാക്കിച്ചു. മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോ ഗൂഗിളിൽ വിശ്വസിക്കരുത്. എല്ലാ കാര്യത്തിലും പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ കറക്റ്റ് വീണ്ടും ഞാൻ അധികം സെർച്ച് ആക്കുന്നത് സംഭവം ടിൻറ്റുമോനല്ലേ കേട്ടോ. ദൈവമുണ്ട്. ഇനി ചിലപ്പോൾ ഞാൻ പറയുന്നത് മൊത്തം ഞാൻ ഗസ് ചെയ്താൽ എന്നോട് പറയുന്നത് അടുത്തത് ഇത് ക്യാൻസൽ ആയി. സ്റ്റിൽ ഞാൻ 1 പോയിന്റ് തന്നെയാണ് എനിക്കറിയാം. ഇനി എത്ര ഗസ്? 2 2 ചിലപ്പോൾ 2 ശരിയായാലും എനിക്ക് 3 രാവിലെ ചിലപ്പോൾ അടുത്ത 2 നീ പറഞ്ഞില്ലെന്ന് നിങ്ങൾ പറയാൻ ചാൻസ് ഇല്ല. കമോൺ അടുത്ത് ചോദിക്കേ. ഞാൻ സെർച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്തിട്ട് പറയും. ഇത്രേ ഉള്ളൂ കാര്യം കഴിഞ്ഞാൽ. ഇനി സെർച്ച് ചെയ്തിട്ട് നമ്മൾ ഉത്തരം പറയും. ഞാൻ വേറൊരു വിചാരിച്ചു എനിക്ക് അറിയുന്ന ആളാ. അതുകൊണ്ട് ടൈം ഇതെന്തായാലും കൊച്ചു ടിവി ഉണ്ടെന്ന് ചോദിക്കട്ടെ. ആദ്യത്തെ ചോദ്യം ആണാണോ? യെസ്. മനുഷ്യനാണോ? യെസ്. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞുള്ള ഏതെങ്കിലും ഷോയിലൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ ആണോ? യെസ്. കാരണം പറഞ്ഞതല്ല. സിമ്പിൾ. പവേഴ്സ് ഉണ്ട് എന്തെങ്കിലും? ഇല്ല. മെയിൻ ക്യാരക്ടർ ആണോ അയാളല്ലേ? ഇമ്പോർട്ടന്റ്. മെയിൻ എന്ന് പറയാം. പക്ഷെ മെയിൻ അല്ല. ഇമ്പോർട്ടന്റ് പിന്നെ ഡിഫറൻസ്. No, I don't know.
ജാക്കി ചാനിലെ ക്യാരക്ടറാണോ? ഇയാളെക്കാട്ടും മെയിൻ ആയിട്ട് ഒരാളുണ്ട് ഇത്. ജാക്കി ചാനിലെ ക്യാരക്ടറാണോ? ഇതൊരു എത്രയായി നേരത്തെ ചോദ്യം നീ ഉത്തരം ക്ലിയർ ആയിട്ടല്ല പറഞ്ഞത്. ഏതില്? ദാറ്റ് മെയിൻ ക്യാരക്ടറാണോ? ഞാൻ പറഞ്ഞല്ലോ മെയിൻ ക്യാരക്ടർ ആണ്, പക്ഷെ ഇതിനെക്കാളും മെയിൻ ആയിട്ട് ഒരാളുണ്ട്. മെയിൻ അല്ല, ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ക്യാരക്ടർ ആണെന്ന് പറയാൻ മെയിൻ അല്ല ഇമ്പോർട്ടന്റ് ആണ് പറയാം. ഞാൻ ഉദ്ദേശിച്ചത് മെയിൻ ക്യാരക്ടർ ആണ്, പക്ഷെ ഇതിനെക്കാളും മെയിൻ ആയിട്ട് ഒരാളുണ്ട്. അങ്ങനെ ലൈക്ക് ഇയാളുടെ ചുറ്റുപറ്റി മൊത്തം ഇയാളുടെ ചുറ്റുപറ്റി ലൈക്ക് ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്നത് ഇയാളല്ല. ഇതിപ്പോ എല്ലാം അങ്ങനല്ലേ. അതല്ല, ഏറ്റവും വലിയ ഹീറോ ഇയാളല്ലേ പറഞ്ഞത്. സ്റ്റുവർട്ട് ലിറ്റിലിന്റെ ഏട്ടൻ പേരാണ് എനിക്ക് വേണ്ടത്. അരമാർക്ക് കിട്ടില്ല ഏട്ടനാണെങ്കിൽ. ഏട്ടനാണ് ആ ബ്രദർ. നീ ബാക്കി അരമാർക്ക് പേര് പേര് പ്രീതം പോലെ. ഓക്കെ. One eternity later. ജോർജ്. ഫുൾ നെയിമാണ്. സ്റ്റുവർട്ട് ലിറ്റിൽ എനിക്ക് അതാണ് ആകെ അറിയുന്നത്. അവിടെ ജോർജോ പീറ്റർ എന്തോ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പേരിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അല്ലാതെ എനിക്കറിയാം ജോർജും പീറ്ററും. പേര് പറ, നീ ഈ ക്യാരക്ടറിന്റെ പേര് പറ. ക്യാരക്ടറിന്റെ പേര് പറ. നീ ഫസ്റ്റ് പേര് പറഞ്ഞില്ല. ഇപ്പൊ ഫസ്റ്റ് പേര് പറഞ്ഞ ജോർജും പീറ്ററും പറഞ്ഞപ്പോ നീ പറഞ്ഞില്ലേ? രണ്ട് പേര് പറഞ്ഞു, ഒന്നല്ലേ പറയണ്ടേ? ഫസ്റ്റ് പേര് പറഞ്ഞാൽ ജോർജ് പേരെങ്കിൽ പറഞ്ഞു. യെസ്, ഞാൻ പോയിന്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പേര് ജോർജ് ആണ്. ഫുൾ നെയിം പറ. ജോർജ് ലിറ്റിൽ. പോയിന്റ് കിട്ടി. ഇത്ര 2.5 പോയിന്റ്. എന്നാലും ഞാൻ തന്നെ DD 3 points. ഗേളാണോ പോയണം? ഗേളാണോ? അതേ വേണം. അതെ. അതോ 2 ദിവസം ഞാൻ കേട്ടില്ല. നീ പറഞ്ഞത്. അയ്യോ പറയാൻ പറ്റില്ല. നീ എടുക്കതേ. അങ്ങനെയൊക്കെ അങ്ങനെ സ്വഭാവില്ല. സൂപ്പർ പവേഴ്സ് ചോദ്യം ചോദിക്കുകയും സൂപ്പർ സൂപ്പർ പവർ എന്ത്? അയാളുടെ ക്യാരക്ടർക്കാണോ ഷോക്കാണോ? നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഷോയിൽ സൂപ്പർ പവർ ഉണ്ടോ? അതെ ഉണ്ട്. ഇയാൾക്കുണ്ടോ? ബിക്കോസ് നേരത്തെ അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാർട്ടൂൺ ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സൂപ്പർ പവേഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പൊ സ്റ്റുവർട്ട് ലിറ്റിൽ സൂപ്പർ പവർ ഇല്ലേ? സ്റ്റുവർട്ട് ലിറ്റിൽ ആരാ? ഇനി സംസാരിക്കില്ലേ അതിനകത്ത്? അങ്ങനെയാണ്. ഇയാൾക്കുണ്ടോ? ഇയാൾക്കുണ്ടോ? ഇപ്പൊ ഈ പറയുന്ന വ്യക്തി ഉണ്ടോ? ഞാൻ അതെന്താ ചോദിച്ച ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബോയ് ആണോ? ഓക്കെ. നീ ആണെന്ന് പറഞ്ഞു. ബോയ് ആണെന്ന് അല്ല, അതേന്ന് പറഞ്ഞു നീ. ഓക്കെ ഇത് കൂട്ടിന്റെ കേട്ടോ. ശരി, ബോയ് അല്ല ഗേളാണ്. ശരി, ഓക്കെ. അത് കഴിഞ്ഞ സൂപ്പർ എന്താണ് മറ്റേ സംഭവം? എന്റെ കൺഫ്യൂസ് ആണ്. ഇപ്പൊ കുറച്ച് ബോയ്സിന്റെ ഇമേജസ് പിന്നെ മൈൻഡ്സ് ഉണ്ട്. പെട്ടെന്ന് പോയിട്ട് ഗേൾസ് ഒക്കെ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സൂപ്പർ പവർ. ഇയാൾക്കുണ്ടോ സൂപ്പർ പവർ? ഷോയ്ക്ക് സൂപ്പർ പവർ ഉണ്ടോ വെച്ചു. ഇയാൾക്കുണ്ടോ? ഇല്ല. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ ഷോന്റെ പേരോ ക്യാരക്ടറിന്റെ പേരോ ക്യാരക്ടറിന്റെ പേരോ ഷോയുടെ പേരോ എന്നുള്ള എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം പറഞ്ഞു എന്റെ ചോദിച്ചു. ലൈക്ക് ഏതെന്ന് പറയാ അതിനകത്ത് എടുത്ത് ചോദിക്കുമെന്ന്. യെസ്. Eventually. ഇയാള് മെയിൻ ക്യാരക്ടർ ആണോ? മെയിൻ ഇയാളാണോ? അല്ല. 4 ലെറ്റർ നെയിം ആണ്. 4 ലെറ്റർ നെയിം അല്ല. എത്ര ഉണ്ടാവും അവിടെ? ഫുൾ നെയിം എടുക്കണമെന്നുണ്ടെങ്കിൽ 2 പേരുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ നെയിം ആണെങ്കിൽ 4 ലെറ്റർ വരാം. സ്റ്റുവർട്ട് ലിറ്റിൽ. യെസ് ആണോ? അല്ല. പിന്നെ വെറുതെ പറഞ്ഞതാ. ഞാൻ മറന്നു. പറഞ്ഞതിന് ഓർമ്മ. ഗേള് പവർ ഇല്ല, പക്ഷെ ഷോയ്ക്ക് പവർ ഇല്ല. സ്റ്റുവർട്ട് ലിറ്റിൽ ഞാൻ പവർ പറഞ്ഞേക്കണല്ലോ. ഇറ്റ് മേ ബി ലൈക്ക് ദാറ്റ് ഓൾസോ. പക്ഷെ ഗേളിന് പവർ ഇല്ലാന്ന് പറഞ്ഞു. അത് പറയില്ല. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടി എന്നാ അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത്. ഞാൻ രാമന്റെ വൈഫ്. ഉറപ്പാണോ? ഗസ്റ്റ് ആയിട്ട് കൂട്ടല്ലേ? അല്ല, അവന്റെ അമ്മ. ആരുടെ അമ്മ? ലിറ്റിലിന്റെ അമ്മ. സ്റ്റുവർട്ട് ലിറ്റിലിന്റെ അമ്മ. രണ്ടാമത്തെ ഗസ് അല്ല. ആരെ? ആളെയും ഗസ് ചെയ്തിട്ടില്ല, പേരും ഗസ് ചെയ്തിട്ടില്ല. ആരെ? മോളി. എന്നാലും സ്റ്റിൽ നിനക്ക് 3 പോയിന്റ്, എനിക്ക് 2. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഗസ് ഞാൻ കണ്ടിട്ടില്ലാന്ന് പറഞ്ഞിട്ട് ഒന്ന് ചോദിച്ചു. അവസാനത്തെ ഗസ്. ഇതിലെനിക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവൾക്ക് അടുത്ത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയിക്കും. ഇതിലെനിക്ക് കിട്ടിയിട്ട് അവൾക്ക് അടുത്തത് കിട്ടിക്കഴിഞ്ഞാൽ അവൾ ജയിക്കും. നെക്സ്റ്റ് നീ ഗസ് ചെയ്യാൻ പോണേ. ഇതുവരെ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു എന്താ പറയാ ഗസ് ചെയ്തിട്ടുള്ള പേരോ ഷോയോ അല്ലെ ആളാണോ ഇത്?
ഗസ്റ്റ് ചെയ്തിട്ടുള്ള പേരോ ഷോയിലോ ആൾ അല്ല. അറിയത്തില്ല എനിക്കൊന്നും. ആകെ അറിയുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. ബോയ് ആണോ? ആണ്. ബോയ് ആണ്. ഇത് എല്ലാവരും എല്ലാവരും മാച്ചായിട്ട്. ഓക്കെ. അപ്പൊ എന്റെ ലിസ്റ്റിന് കുറെ പോയി. മാസ്റ്റർ റെയിൻ ഡ്രോപ്പ് പോവും, മാസ്റ്റർ റെയിൻ ഡ്രോപ്പ് അത് പോവും. ഗ്ലോറിയസ് ഹൗസ് പോവും, സ്റ്റുവർട്ട് ലിറ്റിൽ പോവും, മിസ്റ്റർ ബീൽ പോവും. പിന്നെ ഏത് പോകുന്നില്ല, ഏത് എടുത്ത് നോക്കിയാ. പോട്ടെ, അത് എന്നിട്ട് വരുന്ന ആൾക്കാർ നോക്കാം. മനുഷ്യബുക്കിയാ? യെസ്. ഇത് ഞാൻ വെറുതെ ചോദിക്കുന്ന എനിക്കൊന്നും അറിയാൻ പോകുന്നില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. പോഗോലുള്ള ഏതെങ്കിലും ഒരു ഷോ ആണ്. പോഗോല് ഉള്ള ഷോ. എനിക്കത് ഞാൻ കണ്ടിട്ട് പോകും. സെർച്ച്. എനിക്ക് വിശ്വാസമില്ല ഗൂഗിൾ എന്നിട്ട് ആണെന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞു. സെർച്ച് അറിഞ്ഞോ പോഗോലുണ്ടോ? ഞാൻ ഇത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ടി വിയിൽ ഇത് കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് കണ്ടത് എനിക്ക് ഇതാണ് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. എനിക്ക് പണ്ടത്തെ 10-20 ദിവസം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ 20 വർഷം മുമ്പോ? ഐ മീൻ 10 വർഷം പാടും അങ്ങനെ പറ. 20 വർഷം ഒന്നും പറയുള്ളൂ. 30 വർഷം ആൾക്കാർ. ഇല്ല, അത് അറിയണ്ട. പക്ഷേ ഈ പേര്, ഈ ഷോന്റെ പേരും കാർട്ടൂണിന്റെ പേരും ഇയാളുടെ പേര്, കാർട്ടൂണിന്റെ പേരും ഇയാളുടെ പേരുണ്ട്. സൂപ്പർ നാച്ചുറൽ പവർ ഉള്ള ആളാണോ? അല്ല, കഴിഞ്ഞ അല്ല, ബിസിനസ് ആണ് കഴിഞ്ഞത്. വൺ ഗേൾ. പേരിന്റെ ക്ലൂ തരുമോ? പറഞ്ഞില്ലേ എപ്പോ വേണ്ടണം എന്നുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പേരിന്റെ കാർട്ടൂണിന്റെ പേരുണ്ടെന്ന് പറഞ്ഞു. രണ്ട് ക്ലൂ. ഇന്ത്യ 10-20 4 ലെറ്റർ വേണ്ടി 3 പറഞ്ഞാൽ ഇല്ല, എത്ര ലെറ്റർ ഉണ്ട് പേരിലും? 5. ശംഭു. അല്ല. ഇനിയിപ്പോ എന്താ പറയാ? വിക്ടർ. അല്ല, അറിയില്ല. കഴിഞ്ഞേ ടിങ്കു സ്പീക്കിങ്ങിന്റെ ടിങ്കു. അപ്പോ ഞാൻ പറഞ്ഞിട്ടില്ല. ആസ് യൂഷ്വൽ 2.5 points 3 points. അപ്പൊ വേറെ ഒന്നും കൂടി ഗസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തന്നെ ജയിക്കാം. ഒന്നും കൂടി ഗസ് ചെയ്തിട്ട് എനിക്ക് 4 പോയിന്റ് എത്തിയിട്ട് ഇവൾക്ക് 2 പോയിന്റ് തോറ്റു എന്ന് അവൾക്ക് തോന്നുന്നത് വെച്ചിട്ട് ഞാൻ മതി. അല്ല, ഭക്ഷണം കഴിക്കാൻ സമയമായി. കുറെ നേരം ഇതിനു മുമ്പ് മഴ പെയ്യുന്നു, മഴ പെയ്യുന്നില്ല, മഴ പെയ്യുന്നു, മഴയില്ല, അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ അഡിഷൻ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും ഇടാം, നിങ്ങൾക്ക് ഇഷ്ടം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.